നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അതീവ പുണ്യപ്രദമായ പുരുഷോത്തമ ഏകാദശി വ്രതത്തെക്കുറിച്ചാണ്. ഈ ഏകാദശിയുടെ മഹത്വം, വ്രതം എങ്ങനെ അനുഷ്ഠിക്കണം, ഇതുകൊണ്ട് ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ്, പാരണ വീടേണ്ട സമയം എന്നിവയെക്കുറിച്ചെല്ലാം വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. പുരുഷോത്തമ മാസം അഥവാ അതിമാസം ഭഗവാൻ വിഷ്ണുവിന് സമർപ്പിക്കപ്പെട്ട വിശേഷ മാസമാണ്. ഈ മാസത്തിലെ ഏകാദശിക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഈ ദിവസം ഭക്തിയോടും വിശ്വാസത്തോടും കൂടി വ്രതമെടുത്ത് ശ്രീ മഹാവിഷ്ണുവിനെ ആരാധിച്ചാൽ ജീവിതത്തിലെ പല തടസ്സങ്ങളും നീങ്ങുമെന്നാണ് വിശ്വാസം. പുരാണങ്ങളിൽ പറയുന്നതനുസരിച്ച് പുരുഷോത്തമ മാസത്തിൽ ചെയ്യുന്ന ജപം, തപസ്, ദാനം, വ്രതം എന്നിവയ്ക്ക് സാധാരണ ദിവസങ്ങളേക്കാൾ അനേകം മടങ്ങ് ഫലം ലഭിക്കുന്നു. അതിനാൽ തന്നെ ഈ ഏകാദശി വളരെ വിശേഷപ്പെട്ടതായാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മെയ് 25 തിങ്കളാഴ്ചയായിരുന്നു ദശമി. അന്ന് സൂര്യാസ്തമയത്തിന് മുൻപായിട്ട് നമ്മൾ ഒരിക്കലെടുത്ത് വ്രതശുദ്ധി വരുത്തി തുളസി പൂവുകളൊക്കെ നുള്ളി വയ്ക്കേണ്ടതാണ്. അതൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് ഈ മെയ് 27 ബുധനാഴ്ച ഏകാദശി വ്രതം അന്നാണ് നോൽക്കേണ്ടത്. അന്ന് മുതൽ അതിരാവിലെ മുതലാണ് വ്രതം ആരംഭിക്കുക. അരിഭക്ഷണം പൂർണ്ണമായി ഒഴിവാക്കി വേണം നമ്മൾ വ്രതം ആരംഭിക്കേണ്ടത്. ഇനി ദശമി മുതൽ വ്രതം ആരംഭിച്ചവർക്ക് മെയ് 26 ചൊവ്വാഴ്ച ഏകാദശി തിഥി ആരംഭമാണ്. ഈ ഏകാദശി തിഥിയിലും നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ നോൺ വെജൊക്കെ ഒഴിവാക്കി വ്രതത്തിൻ്റെ ആ ഒരു പവിത്രതയിൽ ഇരിക്കേണ്ടതാണ്. അരിഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കുകയാണെങ്കിൽ അത് എത്രയോ നല്ലതാണ്. ഇനി തീരെയും കഴിയാത്ത ആൾക്കാർക്ക് അരിഭക്ഷണം ഒരു നേരം മാത്രം കഴിക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 3 ദിവസങ്ങളിലും, അതായത് ദശമി മുതൽ നമ്മൾ വ്രതം എടുക്കുന്നുണ്ടെങ്കിൽ ഈ 3 ദിവസങ്ങളിലും പകൽ ഉറക്കം പാടില്ല. അതുപോലെ എണ്ണ തേച്ച് കുളിയൊന്നും പാടില്ല. നോൺ വെജിൻ്റെ കാര്യം മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അരിയാഹാരം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. അല്ലാത്തവർ ഒരു നേരം മാത്രം കഴിച്ച് ആ ഒരു വ്രതം ആരംഭിക്കുക. നമ്മുടെ മനസ്സിലുള്ള ഏതൊരാഗ്രഹവും ഭഗവാനോട് പറഞ്ഞ് നമുക്കതിൻ്റെ അനുഗ്രഹവും ഭഗവാനോട് ഈ വ്രതം എനിക്ക് പൂർണ്ണമായി അനുഷ്ഠിക്കാനുള്ള ആ ഒരു അവസരവും തരണമേ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. നമ്മുടെ മക്കളെക്കുറിച്ചുള്ള എന്തെങ്കിലും വിഷമങ്ങളോ, അതുപോലെ മക്കൾക്ക് ജോലി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ, ദമ്പതികൾക്കിടയിലുള്ള പ്രശ്നങ്ങളോ, കുടുംബത്തിൽ എന്തെങ്കിലും കടബാധ്യതകളോ, അങ്ങനെയുള്ള എന്ത് പ്രശ്നങ്ങളായാലും ഭഗവാന്റെ ഈ ഒരു ഏകാദശി വ്രതം നമ്മൾ നോൽക്കുന്നതിലൂടെ നമുക്ക് എല്ലാ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്നതുമായിരിക്കും. സാധാരണ ഏകാദശികളേക്കാൾ അധികം ഫലം തരുന്നതാണ് അധിക മാസത്തിലെ ഏകാദശി. ഈ ദിവസം വ്രതമെടുക്കുന്നത് മുൻജന്മ പാപങ്ങളിൽ നിന്ന് പോലും മുക്തി നൽകുമെന്നും മോക്ഷപ്രാപ്തിക്ക് സഹായിക്കുമെന്നുമൊക്കെ പുരാണങ്ങൾ പറയുന്നുണ്ട്. മഹാവിഷ്ണുവിൻ്റെ പ്രിയപ്പെട്ട മാസം എന്നാണ് ഈ ഒരു മാസത്തെ പറയുന്നത്. അധിക മാസത്തിന് പുരുഷോത്തമ മാസം എന്നുള്ള ഒരു പേര് കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പുരുഷോത്തമ ഏകാദശി എന്ന് പറയുന്നത്. മഹാവിഷ്ണുവിൻ്റെ മറ്റൊരു പേരാണ് പുരുഷോത്തമൻ എന്നുള്ളത്. ഈ ഒരു പേരുള്ളത് കൊണ്ട് തന്നെ ഈ മാസത്തിലെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ഇരട്ടി ഫലമാണ് കൽപ്പിക്കപ്പെടുന്നത്. ഇനി നമ്മൾ അതിരാവിലെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വിഷ്ണു വിഗ്രഹത്തിലോ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ ചിത്രത്തിലോ പാല്, നെയ്യ്, തൈര്, തേന് എന്നിവയൊക്കെ ചേർന്ന് പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്യുക. തുളസിയില, പൂക്കൾ, ധൂപദീപങ്ങൾ എന്നിവയൊക്കെ അർപ്പിച്ച് വിഷ്ണു സഹസ്രനാമം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തർക്കങ്ങൾ, ദേഷ്യം, പരദൂഷണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ ഒരു ദിവസം ഒന്ന് പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടതാണ്. നമ്മൾ മനുഷ്യരാണ്, പല പല കാര്യങ്ങളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ടാവാം. ഇന്നത്തെ ദിവസം അതൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ രാത്രിയിൽ ഉറക്കമിളച്ച് ഭഗവാന്റെ നാമങ്ങളൊക്കെ ആലപിക്കുന്നത് വ്രതത്തിൻ്റെ പൂർണ്ണതയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഇനി വൈകുന്നേരം നമ്മൾ വീട്ടിൽ ദീപം തെളിയിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ നമ്മൾ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് നെയ്യ് വിളക്ക് തെളിക്കുകയാണെങ്കിൽ അത് വളരെയധികം ഐശ്വര്യദായകമാണ്. അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശുദ്ധമായ നെയ്യ് ഒഴിച്ച് വേണം ഈ വിളക്ക് തെളിയിക്കേണ്ടത്. അതുപോലെ ഈ നെയ്വിളക്ക് തെളിയിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ 33 മൺചിരാതുണ്ടെങ്കിൽ ഈ 33 മൺചിരാതിലും നെയ്വിളക്ക് തെളിയിക്കുകയാണെങ്കിൽ വളരെയധികം ഐശ്വര്യദായകമാണ്. അതില്ലാത്തവർ ഒരു നെയ്വിളക്കാണെങ്കിലും തെളിയിച്ചാൽ മതി.
ഇനി ഭഗവാൻ ലക്ഷ്മി ദേവിയോടൊപ്പം ഭൂമിയിലായിരിക്കുന്ന ഹരിവാസര സമയം വരുന്നത് മെയ് 27 ബുധനാഴ്ച പുലർച്ചെ 12:47, അതായത് അർദ്ധരാത്രി കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അതുതൊട്ട് ആ 12:47 AM മുതൽ അന്നേ ദിവസം ഉച്ചയ്ക്ക് 12:46 വരെയാണ്. ഈ ഒരു ഹരിവാസര സമയത്ത് കഴിയുന്നതും ക്ഷേത്ര ദർശനം നടത്താനായിട്ട് ശ്രദ്ധിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഭഗവാനെ വിളിച്ചോളൂ. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമുക്ക് ഭഗവാൻ കൊണ്ട് തരുന്നതാണ് ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് പാരണ വീടേണ്ട അല്ലെങ്കിൽ വ്രതം അവസാനിപ്പിക്കേണ്ട സമയം ഏതാണെന്ന് നോക്കാം. മെയ് 28 വ്യാഴാഴ്ച ദ്വാദശി ദിവസമാണ് നമ്മൾ പാരണ വീടേണ്ടത്. രാവിലെ 5:25 മുതൽ 7:56 വരെയുള്ള സമയത്താണ് ഇത് ചെയ്യേണ്ടത്. വ്രതം അവസാനിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ പാരണ വീടേണ്ടത് നമ്മൾ തുളസി ഇലയിട്ട തീർത്ഥം സേവിച്ചുകൊണ്ടാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഭഗവാന് നൈവേദ്യം സമർപ്പിച്ചിട്ട് തുളസി തീർത്ഥവും നൈവേദ്യവും കഴിച്ചും നമുക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ഈ പുരുഷോത്തമ ഏകാദശി ഭഗവാൻ വിഷ്ണുവിൻ്റെ അനുഗ്രഹം നേടാനുള്ള അത്യുത്തമ അവസരമാണ്. ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഈ വ്രതം അനുഷ്ഠിക്കാം. എല്ലാ പ്രിയപ്പെട്ട ആളുകൾക്കും ഭഗവാന്റെ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്നും ഈ ഒരു ഏകാദശി വ്രതത്തിൻ്റെ പുണ്യം എല്ലാ കുടുംബങ്ങൾക്കും ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.